തൃശൂരിൽ CPM മുൻ പ്രാദേശിക നേതാക്കൾ BJPയിൽ ചേർന്നു. തൃശൂർ ജില്ലയിലെ നടത്തറ, പാണഞ്ചേരി മേഖലകളിലെ മുൻ CPM പ്രവർത്തകരാണ് പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത്. BJPയിലെത്തിയവരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. G സുധാകരന് പിന്തുണയുമായി പാർട്ടി അനുഭാവികളെത്തുന്നു. CPM പ്രകടനം ഒരു വശത്ത്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുൻമന്ത്രി G സുധാകരന് പിന്തുണ അറിയിച്ച CPM അനുഭാവികൾ. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പാർട്ടി അംഗവുമായ ഷീബ രാഗേഷ് സുധാകരനെ അനുകൂലിച്ച് സമൂഹമാധ്യമത്തിൽ കുറിപ്പെഴുതി. കഴിഞ്ഞ ദിവസം ഷീബ സുധാകരനെ സന്ദർശിക്കുകയും ചെയ്തു. ചില പാർട്ടി അംഗങ്ങൾ നേരിട്ടെത്തിയും ചിലർ ഫോണിലും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. വീട്ടുകാർ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും സുധാകരന്റെ വീടിന് പുന്നപ്ര പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മകന്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. ജില്ലയിലെ ചില സ്ഥലങ്ങളിൽ സുധാകരൻ അനുകൂലികളായ പാർട്ടി അംഗങ്ങളും അനുഭാവികളും രഹസ്യമായി യോഗം ചേരാൻ ആലോചിക്കുന്നതായി വിവരമുണ്ട്. മാത്രമല്ല, CPM അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുധാകരനെതിരെ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ വീടിന് സമീപത്ത് നിന്നും പ്രകടനം തുടങ്ങി സുധാകരന്റെ വീടിന് സമീപ ജംഗ്ഷനിൽ സമാപിക്കും. വീട്ടിലെ ശുചിമുറിയിൽ വീണ് കാലിന് പരിക്കേറ്റ ശേഷം ആദ്യമായി സുധാകരൻ പൊതുചടങ്ങിൽ പങ്കെടുത്തിരുന്നു. രക്തസാക്ഷിയായ അനുജൻ G ഭുവനേശ്വരന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സമ്മാന വിതരണ ചടങ്ങിലാണ് സുധാകരൻ പങ്കെടുത്തത്. നവംബർ 22-നാണ് സുധാകരന് പരിക്കേറ്റത്. അന്നു മുതൽ ചികിത്സയും വിശ്രമവുമാണ്. സുധാകരന്റെ മകൻ നവനീതിന്റെ ആഗ്രഹപ്രകാരം ഭുവനേശ്വരന്റെ ഓർമ്മയ്ക്കായി ആലപ്പി ക്രിക്കറ്റ് ക്ലബ്ബാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. മന്ത്രി സജി ചെറിയാനെതിരായ M മണിയുടെ പരാമർശം സംഘാടകർക്ക് പിഴവ് പറ്റിയെന്ന് വിലയിരുത്തൽ ദോഷം ചെയ്യുമോ എന്ന ആശങ്കയിൽ CPM നേതൃത്വം. മന്ത്രി സജി ചെറിയാനെതിരായ M മണി MLAയുടെ പരാമർശത്തിൽ വിലയിരുത്തലുമായി CPM നേതൃത്വം. സംഘാടകർക്ക് പിഴവ് പറ്റിയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഉദ്ഘാടനം ഓൺലൈനാണെന്ന് കൃത്യമായി മണിയെ അറിയിച്ചില്ലെന്നും മന്ത്രിയില്ലെന്ന് അവസാന നിമിഷം അറിയിച്ചത് ആശയക്കുഴപ്പത്തിന് കാരണമായെന്നും നേതൃത്വം പറയുന്നു. അതേസമയം M മണിയുടെ പരാമർശങ്ങൾ ദോഷം ചെയ്യുമോ എന്നും ആശങ്ക ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും CPM ജില്ലാ നേതൃത്വം അഭിപ്രായപ്പെട്ടു. ഫിഷറീസ് വകുപ്പിന്റെ പരിപാടിയിൽ വെച്ചാണ് M മണി മന്ത്രി സജി ചെറിയാനെതിരെ വിമർശനം ഉന്നയിച്ചത്. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച ചെങ്കുളം മൾട്ടി സ്പീഷ്യസ് മത്സ്യവിത്ത് ഫാമിന്റെ ഓൺലൈൻ ഉദ്ഘാടന വേദിയിലാണ് സംഭവമുണ്ടായത്. മന്ത്രി നേരിട്ടെത്താതെ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചതാണ് മണിയെ ചുടിപ്പിച്ചത്. മന്ത്രിയായാലും ഒരുമാതിരി പണി കാണിക്കരുത് എന്ന് തുറന്നടിച്ച M മണി ഞങ്ങളെയൊക്കെ എന്തിനാണ് വെറുതെ മെനക്കെടുത്തിയതെന്നും ചോദിച്ചു. തന്റെ ഭാഷയിൽ പലതും പറഞ്ഞു പോകുമെന്നും ഒരു പൊതുപരിപാടി ആയതിനാലാണ് കടുപ്പിക്കാത്തതെന്നും മണി പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്തിരുന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിനെ മണി പരിഹസിക്കുകയും ചെയ്തു. മേലാൽ ഇത്തരം പരിപാടികൾക്ക് തന്നെ ക്ഷണിക്കരുതെന്ന് കർശന താക്കീതും മണി നൽകി. പ്രസംഗം പൂർത്തിയാക്കാതെയും ഉദ്ഘാടന ചടങ്ങുകൾക്കായി കാത്തു നിൽക്കാതെയും വേദി വിട്ടിറങ്ങിയ മണിയുടെ നടപടി പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും ഒരുപോലെ അമ്പരപ്പിച്ചിരുന്നു.